ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല ടെസ്റ്റിമോണിയൽസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറി റെസിപ്പീസ് വിത്ത് ഷാന എന്നാണ് ഇനി. അപ്പോൾ ഇനി തൊട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ആ പേര് വെച്ച് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് വന്നിരിക്കുന്നത് നമ്മുടെ അർച്ചന ഹരീൻ്റെതാണ്. ഇതിന് മുമ്പും അയച്ചിട്ടുണ്ടല്ലോ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പ്രസൻറ്റേഷൻ നന്നായിട്ടുണ്ട്, ഫാമിലി അപ്രീഷിയേറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഇനിയും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഇന്ന് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ എൻ്റെ ചാനലിനെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞാൻ ട്രൈ ചെയ്യുന്നത് മാക്സിമം ഏറ്റവും നല്ല റെസിപ്പീസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം വേഗം നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും അതുപോലെ ഒരു റിക്വസ്റ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ടൂണ ചിക്കിയത്, അല്ലെങ്കിൽ ടൂണ തോരൻ എന്നും വേണമെങ്കിൽ വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇത് നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറും കൊഞ്ചുകറിയും വേറെ ഒലർത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇതും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് വല്ലവരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിക്കൂടെ, നല്ല രസമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ് കാര്യം. അപ്പോൾ 2 ക്യാൻ ടൂണാണ് എടുത്തിരിക്കുന്നത്. ടൂണ ഫ്ലേക്സിന് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ടൂണ ഇൻ വാട്ടർ ആയാൽ എണ്ണ പൊട്ടിത്തെറിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിലത്തെ എണ്ണ മുഴുവൻ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നാരങ്ങ നീര്, ഇതൊക്കെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് മിക്സ് ചെയ്യണ്ട, നമ്മുടെ ഫ്ലേക്സ് പേസ്റ്റായി പോകരുത്. ഒന്ന് ആ പൊടികളൊക്കെ നന്നായി മിക്സ് ആവണ വരെയും ലൈറ്റായിട്ട്. ഞാനിവിടെ ഒരു മരത്തിൻ്റെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും പിന്നെ ഉപ്പ് പാകത്തിന് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്നും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. കറിവേപ്പില വേണമെങ്കിൽ കൈ വെച്ചൊന്ന് ചതച്ചിട്ട് ചേർത്താൽ ഒന്നും കൂടി അതിൻ്റെ മണം പിടിക്കും. ഇനി അത് മൂടി വെച്ചിട്ട് 10-20 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ഒന്ന് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു കല്ലെടുത്തിട്ടുണ്ട്. അതിൽ 3-4 ഉണക്കമുളക്, ഒരു 4 കശ്മീരി മുളകാണ് ഞാൻ എടുത്തേക്കണത്, ഒരു പിരിയ മുളക്. അതെടുത്തിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് 3 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, നമ്മുടെ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കണം, അതും കൂടി ചേർത്ത് നന്നായി ചതച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 ഉള്ളിയും 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ച് എടുക്കണം. ഒരുപാട് കൂടുതലൊന്നും ചതച്ച് വെക്കണ്ട, ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി ക്രഷ്ഡ് ആയാൽ മതി. എന്നിട്ട് ഇതും മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലിട്ട് ഒരു 5-6 സ്റ്റീമിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലിയോടുകൂടിയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഈ പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ഈ തോലിയോടുകൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നടുക്ക് കൂടി ഇങ്ങനെ ഒരു വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുക്കായി വരുമ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇത് പീൽ ചെയ്ത് കളയാൻ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കും, നല്ല സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയിൽ ഒരുപാട് വെള്ളം കയറിയ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ പീൽ ചെയ്തതിന് ശേഷം നമുക്ക് 2 രീതിയിൽ ഇത് ചോപ്പ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്റ്റിക്സ് ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. പിന്നെ ഒരു പൊട്ടാറ്റോനേക്കാളും കൂടുതൽ വേണ്ട, കാരണം അല്ലെങ്കിൽ ടൂണ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റായി പോവും. ഇതും മാറ്റി വയ്ക്കാം. ഇവിടെ ഇന്നും നല്ല മഴ ദിവസമാണ്. നിങ്ങളൊക്കെ ഉള്ളിടത്ത് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ മഴ നോക്കി കുറച്ച് സമയം കളഞ്ഞു. 20 മിനിറ്റ് അപ്പോൾ നമ്മുടെ ടൂണ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ടൂണ കുക്ക് ചെയ്യുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്ത പോലെ അടുക്കള മുഴുവൻ പൊതിയാണ്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാൻ പോയി. അപ്പോഴേക്കും ഇവിടെ ഒക്കെ നന്നായി പൊകഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി നന്നായി കൊത്തി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അതേപോലെ നന്നായി കൊത്തി അരിഞ്ഞത് ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴച്ചെടുക്കാം. ഇവിടെ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നല്ല ചെറുതായി കൊത്തിയ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ പീസസ് ആയിരിക്കണം, കനം കുറഞ്ഞ പീസ്. തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, എന്നാലും അതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മുടെ ടൂണ ഫ്രൈ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അതിന് കുറച്ചൊരു കടി കിട്ടണമെങ്കിൽ ഇത് നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉണക്കമുളക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇത് നന്നായി മൂപ്പിച്ച് ആ പച്ചമണങ്ങളൊക്കെ മാറി പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ ആവണ വരെ വഴച്ചെടുക്കാം. മൺചട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തീ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം ആവശ്യത്തിനനുസരിച്ച്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇപ്പം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ടൂണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ആ വഴറ്റിയ മിക്സ്ചറൊക്കെ ഇതിൽ നന്നായി പിടിക്കണം, അതിൻ്റെ ടേസ്റ്റ് ഇതിൽ പിടിക്കണം. എന്നാലും നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് നല്ല കെയർഫുള്ളായിട്ട് തന്നെ വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടൂണ വല്ലാണ്ട് പേസ്റ്റ് ഒന്നും ആയി പോകരുത്. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കാം. ഇനി ഞാൻ വേറെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെയും ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. നേരത്തെയും നമ്മൾ ഈ ടൂണ കുക്ക് ചെയ്തപ്പോൾ അതൊന്ന് നന്നായി കുക്കായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് പകുതി ഭാഗത്ത് നമുക്ക് ഈ ടൂണ ആഡ് ചെയ്യാം, പിന്നെ മറ്റേ സൈഡിൽ നമ്മുടെ പൊട്ടാറ്റോസും ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോസിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ചെറുതായി ഗോൾഡൻ ആവണം. അതുപോലെ ടൂണ സോഫ്റ്റ് ആവണമെങ്കിലും ഒന്ന് ചെറിയൊരു മുരിച്ചിൽ വരണം അതിന്.
കൂടുതൽ തീ കൂട്ടി വെക്കണ്ട, കാരണം നമ്മുടെ ടൂണ ബ്ലാക്ക് കളർ ആയാൽ ടേസ്റ്റ് മുഴുവൻ പോകും. നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സ്റ്റേജിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയിൽ ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിന് എരിവുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളൊക്കെ എരിവ് നല്ല ഇഷ്ടമുള്ളവരല്ലേ കൂടുതലും. ഞങ്ങളുടെ വീട്ടിലൊരു മീഡിയമാണ് എരിവ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെ ആ മണം ഒന്ന് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും തേങ്ങാ മിക്സ്ചറും ഇപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചിക്കി കൊടുക്കാം. നന്നായി ഇളക്കി ആ തേങ്ങ നന്നായി ഹീറ്റഡ് ആവണം, ഒന്ന് കുക്കാവണം. തേങ്ങ ചുട്ട ഒരു മണവും കിട്ടണം. അതുവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടുള്ളപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെർവ് ചെയ്യണില്ലെങ്കിൽ അതുവരെയും മൂടി വയ്ക്കണം. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യം ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വല്ല സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2 ടിന്ന് ടൂണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാനു.